വാർത്തകൾ കൂടി നോക്കാം. ലോകവ്യാപകമായി മൈക്രോസോഫ്റ്റ് നിശ്ചലമായി. ലോകമെമ്പാടും സേവനങ്ങൾ റദ്ദാക്കപ്പെടുന്നുണ്ട്. പുതിയ ക്ലൗഡ് സ്ട്രൈക്ക് ഇൻസ്റ്റാൾ ചെയ്തതാണ് മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം തകരാറിലാവാൻ കാരണം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, എന്താണ് ഇതുമൂലമുണ്ടായിരിക്കുന്ന തകരാറുകൾ? വിമാന സർവീസുകളെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ടല്ലോ. തീർച്ചയായും മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കുന്ന എല്ലാ സിസ്റ്റംസും ഇപ്പോൾ തകരാറിലാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ലോകവ്യാപകമായി മൈക്രോസോഫ്റ്റ് ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന പുതിയ സാങ്കേതിക വിദ്യ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിൽ വിൻഡോസ് തകരാറിലാവാൻ കാരണം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ നിശ്ചലമാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ബാങ്കിംഗ് സേവനങ്ങൾ, അതുപോലെ തന്നെ എയർപോർട്ടുകളുടെ പ്രവർത്തനങ്ങൾ, എയർലൈൻസിന്റെ പ്രവർത്തനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എല്ലാം തന്നെ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡോസ് ഉപയോഗിക്കുന്നവയിലാണ് ഇത്തരത്തിൽ തരത്തിലുള്ള തകരാറുകൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകവ്യാപകമായി ഇതിന്റെ പ്രവർത്തനം നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ സ്ഥാപനമാണ് ക്രൗഡ് സ്ട്രൈക്ക്. ഈ ക്രൗഡ് സ്ട്രൈക്കറിന്റെ ഫാൽക്കൺ പ്രോസസർ, അതായത് ഫാൽക്കൺ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തു. അത് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകൾ നിശ്ചലമാവാൻ കാരണം എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന സ്ഥാപനം ഇത് നിശ്ചലമാവുന്നു എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തെങ്കിലും ഹാക്കിംഗ് തകരാറുകളാണോ സംഭവിച്ചത് എന്നതിലും വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ലോകവ്യാപകമായി ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിലാവുന്ന വിവിധ സേവനങ്ങൾ തടസ്സപ്പെടുമല്ലോ. വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ പോലും ഇത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണല്ലോ. അത് എത്രമാത്രം വ്യാപകമാണ്, എത്രമാത്രം ഗുരുതരമാണ് ഈ പ്രശ്നം? വലിയ തോതിലുള്ള ഗൗരവമേറിയ ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. ലോകവ്യാപകമായി ഈ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. കാരണം വാണിജ്യ മേഖല, വ്യാവസായിക മേഖലകളിലെല്ലാം തന്നെ ഈ ക്രൗഡ് സ്ട്രൈക്ക് ഉപയോഗിച്ചത് കാരണം വലിയ തോതിലുള്ള തകരാറുകൾ ഉണ്ടാകുന്നു. വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ബാങ്ക് ട്രാൻസാക്ഷനുകളെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. എയർലൈനുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. എയർലൈനുകളെല്ലാം ചെക്ക് ഇൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, ആകാശ് ഈ മൂന്ന് എയർലൈൻസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. മാനുവലായിട്ടാണ് ഇപ്പോൾ ചെക്ക് ഇൻ ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ക്രൗഡ് സ്ട്രൈക്ക് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു സുരക്ഷാ സംവിധാനമാണ്. ആ സുരക്ഷാ വിവരങ്ങൾ, അതായത് എല്ലാ കമ്പ്യൂട്ടറുകളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന ക്രൗഡ് സ്ട്രൈക്ക് ഈ ഫാൽക്കൺ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഒരു തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ലോകമെമ്പാടും മൈക്രോസോഫ്റ്റ് വിൻഡോസ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ നിശ്ചലമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ മൈക്രോസോഫ്റ്റിന്റേതായ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയും എന്നും. പക്ഷേ അത് വന്നതിന് ശേഷവും കുറച്ച് സമയമായി, ഇതുവരെ മറ്റൊരു അപ്ഡേറ്റും കാണുന്നില്ലല്ലോ. അതായത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ മൈക്രോസോഫ്റ്റിനെ വിവിധ ഉപഭോക്താക്കൾ തങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് മൈക്രോസോഫ്റ്റ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ട്വീറ്റ് വന്നതിന് ശേഷവും ഇപ്പോഴും തകരാറുകൾ സംഭവിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് അമേരിക്ക ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ചും സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു സെൻസർ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇത് ഹാക്കിംഗ് ആണോ എന്നൊരു സംശയവും ഈ ക്രൗഡ് സ്ട്രൈക്ക് ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും, വാണിജ്യമാകട്ടെ, വ്യാപാര സ്ഥാപനങ്ങളാകട്ടെ, എയർലൈൻസ് ആകട്ടെ, ബാങ്കിംഗ് ആകട്ടെ, ഏത് മേഖലയിലും ഈ വിൻഡോസിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് എയർലൈൻ കമ്പനികൾ ഇപ്പോൾ മാനുവലിലേക്ക് ഓട്ടോമാറ്റിക് ചെക്കിനുകൾ മാറ്റി മാനുവലായി ചെക്കിൻ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ഓരോ എയർലൈൻസിന്റെ ഇപ്പോൾ എക്സിൽ ട്വീറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മാനുവൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട്
താമസമുണ്ടാകും. വിമാന സർവീസുകളെ അത് ബാധിക്കുന്നുണ്ട്. ബോർഡിംഗ് പാസുകൾ നൽകുന്നതിന് വേണ്ടി തകരാർ സംഭവിക്കുന്നുണ്ട് എന്ന് ഓരോ എയർലൈൻസിന്റേതുമായിട്ട് ഇപ്പോൾ എക്സിൽ ട്വീറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യാത്രക്കാർ സഹകരിക്കണം എന്നും വിവിധ വിമാന കമ്പനികൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഈ സർവീസ് സേവനം വീണ്ടും തുടങ്ങുന്നതിൽ കാലതാമസം നേരിടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകളെയും ഉപഭോക്താക്കളെയും ബാധിച്ചിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളുടെയും ആപ്പുകളുടെയും സാങ്കേതിക തകരാർ ഏറ്റവും പുതിയ ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് കാരണമെന്നുള്ള റിപ്പോർട്ട് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. US മേഖലയിലെ ക്ലൗഡ് സർവീസുകളിലെ തകരാർ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏത് തരത്തിലാണ് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്? ഇതേക്കുറിച്ചുള്ള എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ സുവി? ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്നാൽ എയർലൈൻസുകൾ തകരാറിലായി എന്ന വിവരങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ആകാശ്, ഇൻഡിഗോ, അതുപോലെ തന്നെ സ്പൈസ് ജെറ്റ്, ഈ 3 എയർലൈൻസുകളും തകരാറിലായിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ തകരാറിലായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഈ എല്ലാവരും ഓട്ടോമാറ്റിക് ചെക്ക് ഇൻ ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ മാനുവൽ ചെക്കിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ആ മാനുവൽ ചെക്കിംഗ് കാരണം വിവിധ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇലോൺ മസ്ക് ഇതുമായി ബന്ധപ്പെട്ട ട്വീറ്റ് പുറത്തിറക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. 2021 ഇതിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് 3 എയർലൈനുകളുടെ സർവീസുകൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അതാണ് ആകാശ്, ഇൻഡിഗോ, അതുപോലെ തന്നെ സ്പൈസ് ജെറ്റ്. ഈ തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഔദ്യോഗികമായ വിശദീകരണം. പക്ഷേ തുടർച്ചയായിട്ട് എക്സിൽ ട്വീറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് ഉപഭോക്താക്കൾ തുടർച്ചയായിട്ട് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കമ്പനികളും അവരുടെ ഇടപാടുകാരോട് ഇക്കാര്യത്തിൽ മാനുവൽ പ്രക്രിയയിലേക്ക് മാറുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ട്വീറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും വിമാന സർവീസുകളെ ഇത് കൂടുതലായി ബാധിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തകൾ